Welcome back to another vlog. ഗൈസ്, അങ്ങനെ ആദ്യത്തെ ലോഡ് കയറ്റാനായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കട്ടങ്ങളിൽ നിന്നാണ് കയറ്റേണ്ടത്. പക്ഷേ ട്രാഫിക് കണ്ടില്ലേ, ഇഞ്ച് ബൈ ഇഞ്ചായിട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ട്രാഫിക്. അപ്പോൾ നമ്മൾ ഇടവഴി കയറി നമ്മൾ ലോഡൊക്കെ കയറ്റി നമ്മൾക്ക് ഇറക്കേണ്ടത് അറുമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടുന്ന് ഏതാണ്ട് ഒരു 8 കിലോമീറ്ററോളുണ്ട്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റി പോയിക്കൊണ്ടിരിക്കുന്നു. നല്ല തിരക്ക് പിടിച്ച സമയമാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ലോഡൊക്കെ കയറ്റി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ലോഡ് ഇറക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ അരുമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അരുമ്പാക്കം ഇത് നമ്മുടെ മത്യാസ് ചർച്ചാണ്, കാമരാജർ സാലെ മത്യാസ് ചർച്ചാണ്. അപ്പോൾ ഇതിൽ കൂടെ പോയിട്ട് നമ്മൾ വടപ്പഴനി വന്ന് കയറി. മെട്രോ വർക്കാണത്. അപ്പോൾ നമ്മൾ വടപ്പഴനിയൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇവിടെ നിന്നാണ് നമുക്ക് യൂ ടേൺ എടുത്ത് ലെഫ്റ്റ് പോകേണ്ടത്. അപ്പോൾ യൂ ടേൺ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ പോയിട്ട് വേണം നമുക്ക് യൂ ടേൺ എടുക്കാൻ. ഈ കാറുകാരൻ കാണിക്കണമെങ്കിൽ പട്ടി സോറി. അപ്പോൾ നമുക്ക് ഏതാണ്ട് യൂ ടേൺ എടുക്കേണ്ട സ്ഥലമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് യൂ ടേൺ എടുക്കേണ്ടത്. അപ്പോൾ ഈ ലെഫ്റ്റ് പോയിട്ട് നമുക്ക് ലോഡ് ഇറക്കേണ്ട സ്ഥലത്ത് ലോഡ് ഇറക്കിയിട്ട് അടുത്ത ലോഡ് എന്താണെന്ന് നോക്കാം ഗൈസ്. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്ത ലോഡ് ബുക്കായിട്ടുണ്ട്. അടുത്ത ലോഡ് അമ്പത്തൂരിൽ നിന്നാണ്. അമ്പത്തൂരിൽ നിന്ന് നമുക്ക് അയ്യമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ ലോഡ് എടുക്കാനായിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കോയമേട് ഫ്ലൈ ഓവറിൻ്റെ ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ ലോഡ് എടുത്ത് കഴിഞ്ഞു. ലോഡൊക്കെ കയറ്റി. അപ്പോൾ ലോഡ് കയറ്റി നമ്മളത് അയ്യമ്പാക്കം ലക്ഷ്യമാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഇവിടുന്ന് 9 കിലോമീറ്റർ ഉണ്ട് ഇറക്കേണ്ട സ്ഥലത്തേക്ക്. സമയം ഇപ്പോൾ ഏതാണ്ട് 12:45 ആയിട്ടുണ്ട്. അപ്പം നമ്മൾ മെയിൻ റോഡിൽ പോവാറില്ല. എപ്പോഴും നമ്മൾ ഇടവഴി കൂടെയൊക്കെ പോകാറുള്ളൂ. മാക്സിമം ട്രാഫിക് കുറവായിരിക്കും, ബൈക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ അയ്യമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇറക്കേണ്ട സ്ഥലത്തേക്ക് ആകെ ഒരു 4.5 കിലോമീറ്റർ ഉണ്ട്. ഈ റോഡ് 2 ഭാഗമായിട്ട് പിരിയും. ഒന്ന് ആവടിയിലേക്കും ഒന്ന് തിരുവേർക്കാടും. ആ ലോറി നിൽക്കുന്ന വഴി കൂടെ പോവുകയാണെങ്കിൽ ആവടി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാം. ഈ ഓട്ടോ പോണ വഴിക്ക് പോവുകയാണെങ്കിൽ തിരുവേർക്കാട് പൂന്തമല്ലി പോകാം. അപ്പോൾ നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഇനി ആകെ 2 കിലോമീറ്ററും കൂടി ഉള്ളൂ. ഇറക്കിയിട്ട് വേണം മമ്മം കഴിക്കാൻ. ഇത് ഇറക്കണത് ഒരു സ്റ്റീൽ മറ്റേ അയൻ്റെ ആർച്ചൊക്കെ ഉണ്ടാക്കില്ലേ, ആ ഒരു കമ്പനിയിലേക്കാണ് ഈ 2 പ്ലേറ്റ് കെട്ടിയിട്ടുള്ളത്. വഴിയുടെയാടാ. അപ്പോൾ നമ്മൾ ഇത് ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഏതാണ്ട് അടുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് നമുക്ക് കുറച്ചങ്ങോട്ട് പോയിട്ട് റൈറ്റ് എടുത്ത് സൂര്യ എഞ്ചിനീയറിങ്സ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്കാണ് നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഈ റോട്ടിൽ നിന്ന് ഏറ്റവും അറ്റത്ത് ലെഫ്റ്റ് സൈഡിലാണ് അവരുടെ കമ്പനി. അപ്പോൾ നമ്മൾ കമ്പനിയുടെ അടുത്തെത്തി. ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. പേയ്മെൻറ്റ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ പേയ്മെൻറ്റ് റിസീവായി കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് പോകും. അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് റിസീവായി, അടുത്ത ലോഡും ബുക്കായി അതേ സമയത്ത്. അപ്പോൾ അടുത്ത ലോഡ് കയറ്റാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അയ്യമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അയ്യമ്പാക്കത്തിൽ നിന്ന് നമുക്ക് പോകേണ്ടത് മധുരവയലിലേക്കാണ്. ഒരു 22 ബോക്സാണ് നമ്മുടെ ഇതിൽ കയറ്റിയിട്ടുള്ളത്. നമ്മുടെ വണ്ടിക്ക് അത്യാവശ്യം അത് ലോഡ് തന്നെയാണ്. വഴിയുടെ പറ്റും. അപ്പോൾ നമ്മളിതേ അവിടെ നിന്ന് നമ്മൾ
പോയിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 9:30-ക്ക് 10 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ എല്ലാ ദിവസവും ഉണ്ടാവും. ചില സമയങ്ങളിൽ എൻ്റെ ജോലി തിരക്ക് വെച്ചിട്ടായിരിക്കും എൻ്റെ വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ അയ്യനമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്താണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് മധുരവായൽ ബൈപ്പാസിൻ്റെ സർവീസ് റോട്ടിൽ കൂടെ പോയി നമ്മൾ ബാംഗ്ലൂർ ചെന്നൈ ബൈപ്പാസിൽ കയറും. അപ്പോൾ ഇതാണ് മധുരവായൽ ബൈപ്പാസ് സർവീസ് റോഡ്. അപ്പോൾ ഈ കാണുന്നതാണ് മധുരവായൽ ബൈപ്പാസ്. അപ്പോൾ ഉച്ച നേരമാണ് സമയം. ഇപ്പോൾ ഒരു 2:15-2:45 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതേ മധുരവായൽ ഫ്ലൈ ഓവറിൻ്റെ അടുത്തെത്തി. ഇനിയിപ്പോൾ നേരെ ചെന്ന് നമ്മളിതേ ഇപ്പോൾ ചെന്നൈ ബാംഗ്ലൂർ ബൈപ്പാസാണ്. അപ്പോൾ നേരെ പോയിട്ട് നമുക്ക് യു ടേൺ എടുക്കണം. അപ്പോൾ നമ്മൾ യു ടേൺ എടുത്തു. ഇനി ഇവിടുന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത്. എന്തോ കുനിക്ക എന്ന് പറഞ്ഞതിൻ്റെ ഒരു ജപ്പാൻ കമ്പനിയിലാണ് ലോഡ് ഇറക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കമ്പനിയുടെ ഉള്ളിലെത്തി. അവർ ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുന്നു. അതേസമയത്ത് നമ്മൾ പേയ്മെൻറ്റ് റിസീവായി. നമ്മൾ അവിടെ നിന്ന് വിട്ടു. അപ്പോൾ നമുക്ക് അടുത്ത ലോഡ് ബുക്കായിട്ടുണ്ട്. അടുത്ത ലോഡ് എവിടെയെന്ന് വെച്ചാൽ നമുക്ക് വാണഗരത്തിൽ നിന്നാണ്. വാണഗരത്തിൽ നിന്ന് നമുക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന് വെച്ചാൽ അമ്പത്തൂർ പാടിയിലേക്കാണ്. അപ്പോൾ ലോഡൊക്കെ കയറ്റി നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെറിയ എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും നമ്മളെ വേറെ വഴിക്ക് ഡൈവേർട്ട് ചെയ്ത് വിട്ടു പോലീസുകാർ. ഇപ്പോൾ പോയി ചുറ്റി വീണ്ടും ഈ ചെന്നൈ ബാംഗ്ലൂർ ബൈപ്പാസിൽ വന്ന് കയറണം നമുക്ക്. എന്തൊരു പങ്കപ്പാടാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത് തുടങ്ങി ചെന്നൈ ബാംഗ്ലൂർ ബൈപ്പാസിൽ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ബാംഗ്ലൂർ, റൈറ്റ് എടുത്ത് കഴിഞ്ഞാൽ ചെന്നൈ സിറ്റിയുടെ ഉള്ളിലേക്ക് പോകും. അപ്പോൾ ഏതാണ്ട് നമുക്ക് ഇവിടുന്ന് പാടി ലൊക്കേഷനിലോ ഡ്രോപ്പ് ലൊക്കേഷനിലേക്ക് ഏതാണ്ട് നമുക്കൊരു 8 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ കുറച്ചും കൂടി നേരെ പോയി നമ്മൾ സർവീസ് റോഡിലേക്ക് കയറും. അപ്പോൾ ഇത് വലിയൊരു മീൻ മാർക്കറ്റാണ് ഇവിടുത്തെ, വാണഗരം എന്ന് പറയും. അപ്പോൾ അത് ഈ ലെഫ്റ്റ് എടുത്ത് സർവീസ് റോട്ടിൽ കയറി തങ്കറുള്ളവല്ലേ സർവീസ് റോട്ടിൽ കയറി നമ്മൾ അടുത്ത ലെഫ്റ്റ് എടുത്ത് അയ്യമ്പാക്കം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് കയറും. അപ്പോൾ അയ്യമ്പാക്കം അപ്പോളോ ഹോസ്പിറ്റലിൻ്റെ റോഡാണത്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുന്നിൽ പോയിട്ട് റൈറ്റ് എടുത്ത് പോകും. നമ്മൾ വഴി മാറോ. അപ്പോൾ നമ്മളിത് മെയിൻ റോഡാണ്. റൈറ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ മധുരവായൽ, ലെഫ്റ്റ് എടുത്ത് പോയി കഴിഞ്ഞാൽ റെഡി ഹിൽസ്. അപ്പോൾ നമ്മളിവിടുന്ന് ലെഫ്റ്റ് എടുക്കും. ലെഫ്റ്റ് എടുത്ത് സിഗ്നൽ വരുന്നുണ്ട്. ആ സിഗ്നൽ കഴിഞ്ഞ് നമ്മൾ റൈറ്റ് എടുത്ത് പാടി പോകും. പാടി പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ട് പാടിയല്ല, പാടി എന്ന് പറഞ്ഞത് ഇവിടുത്തെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. അപ്പോൾ നമ്മൾ ഉൾ റോട്ടിൽ കയറിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മുടെ ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഒരു 2 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇറക്കേണ്ട സ്ഥലത്തേക്ക് ഏതാണ്ട് അടുത്തു. ഇനി ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോകണം. മാതാവി. അപ്പോൾ നമ്മൾ അവിടെ ലോഡ് ഇറക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ അടുത്ത ലോഡ് കയറ്റാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ലോഡ് അമ്പത്തൂരിൽ നിന്ന് നമുക്ക് പോകേണ്ടത് തിരുമുല്ലവായലിലേക്കാണ്. അപ്പോൾ ലോഡൊക്കെ കയറ്റി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു.
അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് റൈറ്റ് എടുത്ത് ഇടവഴിയിൽ കയറും. അപ്പോൾ നമ്മളത് റൈറ്റ് എടുത്ത് കയറി ചേച്ചിയെ. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ദേ വില്ലേജിൽ വന്ന് കയറി ഇവിടുന്ന് ഈ റോഡ് നേരെ പോയി ഔട്ടർ റിംഗ് റോഡിൽ കയറും. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് റൈറ്റ് എടുത്ത് പോകണം. അപ്പോൾ കുറച്ചും കൂടി നമുക്ക് മുന്നിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു മണ്ണിട്ട റോഡിൽ കയറണം. ദേ ഇവിടെ നിന്നാണ് നമുക്ക് മണ്ണിട്ട റോഡ്. ആ മുന്നിൽ പോകുന്ന വാഹനത്തെ ഒന്ന് നോക്കൂ, അതിൽ എന്താണ് കാണുന്നത്? വാട്ട് എ ഫാന്റാസ്റ്റിക് ഇലാസ്റ്റിക് റബ്ബർ സ്റ്റിക്ക്. അപ്പോൾ നമ്മൾ ലോഡൊക്കെ ഇറക്കാറായി ഗൈസ്, ഇറക്കിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ലോഡൊക്കെ ഇറക്കി അടുത്ത ലോഡ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തു. പക്ഷെ ഒരു ലോഡും കിട്ടാൻ. Hope you guys were enjoy the today's vlog and see you on next vlog. Bye bye.